എടോ റിപ്പോർട്ടർ ടിവിയുടെ നാഷണൽ എക്സ്ക്ലൂസീവ് താൻ കണ്ട BJP ഇലക്ഷൻ കമ്മീഷനും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടിയിട്ട് ഇപ്പൊ തെളിഞ്ഞേ. 2019 വാർത്ത 2026 പൊക്കിക്കൊണ്ട് വരണതാണ് എക്സ്ക്ലൂസീവ്. അതും കേരളത്തിൽ നടന്നൊരു സംഭവം എങ്ങനെ നാഷണൽ എക്സ്ക്ലൂസീവ് ആകുന്നത്? 2019 2026 ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസിൽ എങ്ങനെ BJP സീൽ വന്നു അത് പറ. ഓ, അത് ഇത്ര തല പോഞ്ഞ് ആലോചിക്കാനൊന്നുമില്ല. ഈ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ആ വാർത്തയിൽ ആ നോട്ടീസ് ഉണ്ടല്ലോ, അതൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി. BJPയുടെ റിസീവ്ഡ് സീലാണ് അതിനകത്തുള്ളത്. എല്ലാ പാർട്ടിക്കും ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയക്കുമ്പോൾ അവരത് വായിച്ചു നോക്കിയിട്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞൊരു സീൽ വെക്കുന്നത് പതിവാണ്. അങ്ങനെ വെച്ച ആ ഒരു നോട്ടീസ് ഇമെയിലിലൂടെ പലർക്കും സ്പ്രെഡ് ചെയ്ത് പോയിന്നേ ഉള്ളൂ. അത് BJPയുടെ ആൾക്കാർക്കാണ് പോയത്. അല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ ഈ നോട്ടീസ് എല്ലാവർക്കും അയക്കുമ്പോൾ BJPയുടെ സീലായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഇത് 2019 തന്നെ സംസാരിച്ച് അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ്, ഇങ്ങനെയാണ് ഒരു സ്പ്രെഡ് ഉണ്ടായത് എന്നത് പ്രൂവ് ചെയ്ത് ക്ലോസ് ചെയ്തതാണ്. നീ പറഞ്ഞ നാഷണൽ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞുകൊണ്ട് 2026 ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, അതും BJP മേൽക്കൈ നേടുന്ന രീതിയിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ റിപ്പോർട്ടർ TV ഇത് പൊക്കിക്കൊണ്ടുവന്നത് യാദൃശ്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കണമായിരിക്കും. 2019 26 നടന്നേ. നിങ്ങൾ ഇനി കേരളം പിടിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇലക്ഷൻ കമ്മീഷൻ നിങ്ങളുടെ കക്ഷത്തിലല്ലേ. നിന്നെ പോലുള്ള അന്തം കമ്മികളും പിന്നെ ഈ വാർത്തകളൊക്കെ ത്രൂ ഔട്ട് കാണാത്ത സാധാരണക്കാരായ ജനങ്ങളും ഒക്കെ ഇങ്ങനെ അങ്ങ് വിചാരിച്ചോട്ടെ. ഇനി BJP ജയിച്ചു വന്നാൽ അത് അവരുടെ കഴിവ് കൊണ്ടോ ജനങ്ങൾ തിരഞ്ഞെടുത്തത് കൊണ്ടോ അല്ല, മറിച്ച് ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനിച്ചിട്ടാണ് എന്നങ്ങ് വിചാരിച്ചോട്ടെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ പ്രഹസനം. മരമുറി ചാനലും തയ്ച്ചു വെച്ച ഒരു ട്രൗസർ കേസൊക്കെ കുറെ ഉള്ളതല്ലേ. അതുകൊണ്ടാണ് BJP അധികാരത്തിൽ വരുന്നതിന് ഇത്രയ്ക്ക് അങ്ങ് പേടിക്കുന്നത് അല്ലേ. വേളവൊന്നും നടക്കില്ലല്ലോ ഇപ്പോഴത്തെ പോലെ.